PV അൻവർ MLA ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നിലമ്പൂരിൽ നടത്താനിരുന്ന KM ഷാജിയുടെ വിശദീകരണ യോഗം റദ്ദാക്കിയതിൽ മുസ്ലിം ലീഗിനുള്ളിൽ വിവാദം. നേതൃത്വം ഇടപെട്ട് അനുമതി നിഷേധിച്ചതോടെ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി പരിപാടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. LDF-ഉമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് തീരുമാനമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ വിമർശനം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് CH ഇക്ബാലാണ്. ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ 1-ാം തീയതി KM ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ളൊരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല. ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന് നല്ലവരായ സഹപ്രവർത്തകർ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില വ്യാജ വാർത്തകൾ നമ്മുടെ ഒട്ടനവധി പ്രവർത്തകർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഔദ്യോഗികമായി അങ്ങനെ പരിപാടി ഇല്ല എന്നറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ പരസ്പരം കൈമാറി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിപിൻ C. വിജയൻ മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ഇതിൽ KM ഷാജി എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു പരിപാടിയിലേക്ക് നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർ ക്ഷണിച്ചിരുന്നു. അവിടെയാണല്ലോ ഒരു വ്യക്തത വരേണ്ടത്. അതോ ഈ ക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ പരിപാടി മാറ്റുകയായിരുന്നു? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? അദ്ദേഹം ഇതുവരെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. നമ്മളിപ്പോ ഈ കേട്ടത് ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇക്ബാൽ മുണ്ടേരിയുടെ വോയിസ് ആണ്. അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു പരിപാടി ഇല്ല, ഈ പോസ്റ്ററുകൾ വ്യാജമാണെന്നും പരിപാടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. പക്ഷേ ഇതിന്റെ ഒരു വസ്തുത, KM ഷാജിയുടെ പരിപാടി ഇന്ന് നിശ്ചയിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 6:30 അത് നിലമ്പൂരിൽ നടക്കേണ്ടത്. ഈ PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി RSS കൂട്ടുകെട്ട് തുറന്നു കാണിക്കുമെന്നൊക്കെ ആയിരുന്നു ഇതിന്റെ പോസ്റ്ററിൽ പ്രധാനമായും പറയുകയും ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നേതൃത്വം ഇടപെട്ട് ഈ പരിപാടി മാറ്റിവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വലിയ വിവാദമായി തന്നെ പുകയുകയാണ്. മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തെ നേതൃത്വം ഇടപെട്ട് എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഈ ചോദ്യം പ്രധാനമായും ഉയരുന്നത്. ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി പിൻവാങ്ങിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ വോയിസ് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നേതൃത്വം ഇതിൽ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു കാരണം ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം വരുന്നത്. ഇത് തന്നെയാണ് PV അൻവർ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ നെക്സസ് എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. എല്ലാ പാർട്ടിയുടെയും നേതൃത്വങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതും എല്ലാവരും ഒത്തുതീർപ്പിലൂടെയാണ് മുന്നോട്ട് പോകുന്നു എന്നതും PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നെക്സസിന്റെ ഭാഗമായിട്ടാണോ നിലമ്പൂരിൽ KM ഷാജിയുടെ പരിപാടി റദ്ദാക്കിയത് എന്നുള്ള ചോദ്യം അണികളിൽ നിന്ന് തന്നെ നേതൃത്വത്തിന് ഇപ്പോൾ വരികയാണ്. മുസ്ലിം ലീഗിന്റെ മണ്ഡലം ലീഗിന്റെ പ്രസിഡന്റ് ഇതിനു മുൻപ് PV അൻവർ CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ്. ആ സമയത്തും അത് നിഷേധിച്ചിരുന്നു. ഒപ്പം തന്നെ നേതൃത്വവും അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇക്ബാലിനെതിരെ മറ്റ് നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കൂടിയാണ് എത്തിയത്. ഇപ്പൊ അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദം വന്നിരിക്കുന്നത്. നിലമ്പൂരിൽ KM ഷാജി നടത്തേണ്ട വിശദീകരണ സമ്മേളനം നേതൃത്വം ഇടവിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഇനി അത് നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത്. ഇന്ന് വൈകിട്ട് PK കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വിജയകുമാർ. PV അൻവർ ആണ് പൊളിറ്റിക്കൽ നെക്സസ് എന്ന ഒരു പരാമർശത്തിലൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ലീഗിലെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. LDF-ഉമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ തീരുമാനം എന്നൊരു വിഭാഗം പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഒരു പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും ഉച്ചയ്ക്ക് ശേഷമെന്നാണ് വിപിൻ C. വിജയൻ മലപ്പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.